ഇടതുമുന്നണിക്കകത്ത് പറയുക മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ അതങ്ങനെ തന്നെ മനസ്സിലാക്കി മുന്നണിക്കകത്ത് മാത്രം വരാനുള്ള ആർജവം ബിനോയ് വിശ്വവും സഹനേതാക്കന്മാരും കാണിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി, അതായത് രാജ്യത്തെ ഇടതു സഖ്യത്തിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി കൂടിയാണ് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാതൃസംഘടന. CPI ചില സന്ദർഭങ്ങളിൽ കേരളത്തിലെ LDF സർക്കാരിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന LDF തുടർഭരണം നടത്തുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിലും ഒരു സ്വയം പ്രഖ്യാപിത വിമതവേഷമണിയും. ഈ സ്വയം പ്രഖ്യാപിത വിമതവേഷത്തിന് ഒരു കുഴപ്പമുണ്ട്. ആളുകളത് പെട്ടെന്ന് തിരിച്ചറിയും. ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ടിയോ ഒരു വ്യക്തിയോ ഒരു മൂവ്മെൻറ്റോ അവരെടുക്കുന്ന നിലപാടുകളുടെ പേരിൽ ജനങ്ങളും മാധ്യമങ്ങളും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മഹത്തരമാണ് എന്ന് പ്രകീർത്തിച്ചാൽ അതൊക്കെയാണ്. അങ്ങനെ പ്രകീർത്തിക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഭരണാധികാരികളും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ ഉണ്ട്. പേരെടുത്ത് ഒരുപാട് പേരുകൾ പറയേണ്ട സന്ദർഭമല്ല. പക്ഷേ CPIയുടെ കുറേ കാലമായുള്ള രീതികൾ ഭരണത്തിലിരിക്കുകയും സ്വയം പ്രഖ്യാപിത വിമതവേഷം അണിയുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് അവരുടെ ഇപ്പോഴത്തെ പല നേതാക്കന്മാർക്കും ശരിയായി മനസ്സിലാകുന്നുണ്ടോ, അതോ അവർ കാനം രാജേന്ദ്രനും അതിനു മുമ്പ് CK ചന്ദ്രപ്പനും ഒക്കെ സ്വീകരിച്ച ഇടതുപക്ഷത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ നവീകരിക്കുക എന്ന സതുദ്ദേശപരമായ സമീപനത്തിൻ്റെ ഒരു യാന്ത്രികമായ തുടർച്ച കൊണ്ടാടുകയാണോ എന്ന് സംശയം തോന്നും. ബിനോയ് വിശ്വത്തിൻ്റെ കയ്യിലേക്ക് കേരളത്തിലെ CPIയുടെ നിയന്ത്രണം ചുക്കാൻ എത്തിയപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വന്നിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. ഇടതുപക്ഷ സർക്കാരിലെ 4 മന്ത്രിമാർ CPIയുടെ ആണ്. പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ ഭരിക്കുന്നത് CPI ആണ്. മന്ത്രിസഭാ യോഗത്തിൻ്റെ ഏത് തീരുമാനത്തിൻ്റെയും കൂട്ടുത്തരവാദിത്വം CPI മന്ത്രിമാർക്കുണ്ട്, അതുവഴി അവരുടെ പാർട്ടിക്കുമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബ്രൂവറിയാണ് ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള പ്രകോപനം. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ബ്രൂവറി കൊടുക്കാൻ, അതായത് സംസ്ഥാനത്ത് ഒരു സംരംഭം എന്ന നിലയിൽ അങ്ങനെ ഒരു തീരുമാനം നയപരമായി എടുക്കാൻ, ബ്രൂവറി ഡിസ്റ്റിലറി അനുവദിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നതിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷം ചാടി വീണു. അതിന് അവരുടേതായ പുറത്തു പറയുന്ന കാരണങ്ങളും പുറത്തു പറയാനാവാത്ത കാരണങ്ങളും രാഷ്ട്രീയമായ കാരണങ്ങളും രാഷ്ട്രീയേതരമായ കാരണങ്ങളും ഉണ്ടാവാം. ഈ ഡിസ്റ്റിലറി, സ്പിരിറ്റ്, മദ്യം എന്നൊക്കെ പറയുന്നതിനകത്തുള്ള ഇന്നർ പൊളിറ്റിക്സ് സാധാരണ ജനങ്ങളും സാധാരണ മാധ്യമങ്ങളും പോലും കാണുന്നതിനപ്പുറമാണ്. പല സന്ദർഭങ്ങളിലും അതിൻ്റെ എല്ലാ തരത്തിലുള്ള മറകളും നീക്കി പുറത്ത് വന്നിട്ടുമുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്ത് പ്രത്യേകിച്ചും ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അന്നത്തെ KPCC അധ്യക്ഷൻ VM സുധീരനുമൊക്കെ തമ്മിലുണ്ടായ മുഖാമുഖ ഏറ്റുമുട്ടൽ, അത് എല്ലാ വിശദാംശങ്ങളോടും കേരളത്തിന് അറിയുകയും ചെയ്യാം. ബ്രൂവറി ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം പറഞ്ഞ അതേ ആരോപണം CPI ചാടിപ്പിടിച്ചു. എക്സൈസ് മന്ത്രി MB രാജേഷ് സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിൻ്റെയും നിർദ്ദേശത്തോടെയും അറിവോടെയും സമ്മതത്തോടെയും ആയിരിക്കുമല്ലോ MB രാജേഷ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അടക്കം കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. യഥാർത്ഥത്തിൽ അത്തരൊരു വിശദീകരണം ഇല്ലാതെ തന്നെ അവർക്ക് കാര്യങ്ങൾ അറിയാം.
ആ കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ വന്നതുമാണല്ലോ. പക്ഷേ എക്സൈസ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് കോൺട്രവേഴ്സ്യലായൊരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം സ്വന്തം മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാവ് പരസ്യമായി വിമർശിക്കുമ്പോൾ അത് ബോധ്യപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ ഉത്തരവാദിത്വമാണ് എം പി രാജേഷ് നിർവഹിച്ചത്. അതിനുശേഷം 2 ദിവസം ബിനോയ് വിശ്വം നിശബ്ദനായിരുന്നു. പക്ഷെ വീണ്ടും CPI ബ്രൂവറി വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് തലക്കെട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രൂവറിയിൽ CPI ഇടയുന്നു, ബ്രൂവറിയിൽ CPI മയപ്പെടുന്നില്ല, ബ്രൂവറിയിൽ CPI കൊമ്പ് കോർത്ത് തന്നെ, ബ്രൂവറിയിൽ CPIയും CPMും മുഖാമുഖം. ഇങ്ങനെയുള്ള പലതരം CPIയും മുഖാമുഖമാണ്. LDFന് ഇതിനെക്കുറിച്ച് പോരാണ്. CPMന് എന്തോ പ്രത്യേക താല്പര്യമുണ്ട്. CPI ഒരു വിശുദ്ധ പശുവായതുകൊണ്ട് അവർക്കിതിൽ പ്രത്യേക താല്പര്യമൊന്നുമില്ല. എങ്ങനെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്താ പ്ലാന്റേഷൻ മഹോത്സവം ഈ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് VSൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അരി ഉണ്ണുന്ന ആർക്കും മനസ്സിലായില്ലേ? അതുകൊണ്ട് അരിയാഹാരം കഴിക്കുന്ന, അങ്ങനെയാണ്, അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇതൊക്കെ മനസ്സിലാവും. സാമാന്യ ബുദ്ധിയോടെ നോക്കിയാൽ ഇതിനുള്ളിലൊക്കെ ഇന്നർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഞങ്ങൾ ഇതിനെല്ലാം അതീതരാണ് എന്ന് ഭാവിക്കുകയും എന്നാൽ ഇതിനെല്ലാം ഗുണഭോക്താക്കളായി മാറുകയും ചെയ്യുന്നതാണ്. CPIയുടെ പല നേതാക്കന്മാരും മുൻകാലങ്ങളിൽ നടത്തിയ പല വിമർശനങ്ങളും കൃത്യമായി പൊളിറ്റിക്കലായിരുന്നു. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരായ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഭാഗത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച നിലപാടിൻ്റെ ഭാഗമായ വിമർശനങ്ങളായിരുന്നു. ഇടതുപക്ഷമൊന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ, ഇടതുപക്ഷമൊന്ന് ഇടതുപക്ഷ സർക്കാരൊന്ന് നയങ്ങളിൽ വ്യതിചലിച്ചാൽ, ഇടതു നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചാൽ, അഴിമതിയുടെ ഏതെങ്കിലും ഒരു ലാഞ്ചന സർക്കാരിൻ്റെ ഏതെങ്കിലും വകുപ്പുകളിൽ നിന്നുണ്ടായാൽ, വെളിയം ഭാർഗവൻ്റെ കാലം മുതൽ അതിനു മുമ്പും ചൂണ്ടിക്കാണിക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. പരസ്യമായ ചെറിയ ചൂണ്ടിക്കാണിക്കൽ. അതിനേക്കാൾ അകത്ത് അങ്ങനെയാണ് ഒരു കോമൺ മിനിമം പരിപാടിയുടെ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിലെ ഇടതുമുന്നണിയിലെ എല്ലാ മുന്നണിയിലെയും പോലെ ഇടതുമുന്നണിയിലും പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവാം. അത്തരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുന്നണിക്കുള്ളിൽ പറയുന്ന രീതിയാണ് മുൻകാല നേതാക്കന്മാർ സ്വീകരിച്ചിരുന്നത്. കാനവും ചന്ദ്രപ്പനും പോലും അത്തരം നിലപാടുകൾ പരസ്യമായി പറയുമ്പോഴും അതിലൊരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയമായ കാമ്പും കരുത്തും കാണിച്ചിരുന്നു. അതാണ് പ്രശ്നം. പൊളിറ്റിക്കലായ കാമ്പും കരുത്തുമില്ലാതെ സ്വന്തം മുന്നണിയെ തോണ്ടുന്നത് അരാഷ്ട്രീയമാണ്. ബിനോയ് വിശ്വത്തിൻ്റെ കാലത്ത് CPI അതതിൻ്റെ പീക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അത് നിർത്തുന്നതാണ് CPIക്ക് നല്ലത് എന്ന് ആജ്ഞാപിക്കാനുള്ള അധികാരം ഒരു മാധ്യമപ്രവർത്തകരില്ല. പക്ഷേ അത് നിർത്തുന്നതായിരിക്കും ഉചിതമെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള വിവേകബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആർക്കും ഉണ്ടാകും. കാരണം ഇടതുപക്ഷം അതിൻ്റെ എല്ലാ കരുത്തോടെയും ഐക്യത്തോടെയും കൂടുതൽ തലയുയർത്തി നിൽക്കേണ്ട കാലമാണ്. രാജ്യത്തും സംസ്ഥാനത്തും ഇടതുപക്ഷത്തിൻ്റെ കാലം തുടരാൻ കാത്തിരിക്കുന്നവർ ഒരുപാടുണ്ട്. കേരളത്തിലാണെങ്കിൽ ഒരു വട്ടം കൂടി ഇടതുപക്ഷത്തിന് ഭരണം കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന പല ലോബികളുമുണ്ട്. അതിലൊരു ലോബി ഈ അന്യസംസ്ഥാന സ്പിരിറ്റ് ലോബി ആയിരിക്കാം. അപ്പോൾ അതിന് വളം വയ്ക്കുന്ന രീതിയിലാവരുത് അകത്ത് നിൽക്കുന്ന ആരുടെയും വർത്തമാനങ്ങൾ. ദേശീയതലത്തിൽ ഇടതു മുന്നണിയും ഇടതു കൂട്ടായ്മയും ഇടതു പാർട്ടികളും വഹിക്കുന്ന പങ്ക് ഫാസിസത്തിനെതിരായ ആശയനിർമ്മിതി എന്ന വലിയ ദൗത്യവും ആശയപരമായ നേതൃത്വം എന്ന വലിയ നിയോഗവുമാണ്. അതിനൊക്കെ തുരങ്കം വയ്ക്കുന്ന രീതിയിലാവരുത് കേരളത്തിൽ CPMൻ്റെ വകുപ്പുകളെ CPI കയറി ആവശ്യമില്ലാതെ തോണ്ടുന്നത്. ഇടതുമുന്നണിക്ക് അകത്ത് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളെ പറഞ്ഞു തീർക്കുക എന്നത് മാത്രമല്ല, ഇടതുമുന്നണിക്കകത്ത് പറയുക മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ അതങ്ങനെ തന്നെ മനസ്സിലാക്കി മുന്നണിക്കകത്ത് മാത്രം വരാനുള്ള ആർജവം ബിനോയ് വിശ്വവും സഹനേതാക്കന്മാരും കാണിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. CPI ആയാലും CPM ആയാലും ഇടതുമുന്നണിയിലെ ഏത് ഘടകകക്ഷിയായാലും ഈ സർക്കാരിൻ്റെ സതുദ്ദേശപരമായ ഭരണനിർവഹണമാണ് അവരുടെ ലക്ഷ്യം എന്നതിൽ ആർക്കും സംശയമുണ്ടാവില്ല. ആ സംശയമില്ലായ്മ, ആർക്കും സംശയമുണ്ടാകില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ആണ് എന്ന് ഭാവിച്ചുകൊണ്ട്
വ്യംഗ്യമായി പരോക്ഷമായി ചില വിമർശനം നടത്തുമ്പോൾ അത് ചെന്ന് കൊള്ളുന്നത് ഇടതുമുന്നണിയുടെ ആണിക്കലിലായിരിക്കാം. അത് ആസ്വദിക്കുന്നത്, അത് ആഘോഷിക്കുന്നത് UDF-ഉം സംഘപരിവാറും ഇടതുവിരുദ്ധ മാധ്യമങ്ങളുമായിരിക്കാം. ഇവരുടെയൊക്കെ കയ്യിൽ ആയുധമാകാൻ വരും വിശ്വവും കൂട്ടരും തയ്യാറാകണോ എന്നതാണ് പ്രശ്നം. ഈ ചോദ്യം ഇവിടെ അവസാനിക്കുന്നതല്ല. ഇനിയും ഇടതുപക്ഷത്തിൻ്റെ സർക്കാരും ഇടതുപക്ഷത്തിൻ്റെ കൂട്ടായ്മയും നിൽക്കുന്നിടത്തോളം കാലം ഇത്തരം ഉള്ളിലെ അനാവശ്യമായ കുത്തിത്തിരിപ്പുകൾ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാതെ വഴിയില്ല. നന്ദി, നമസ്കാരം.